നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബീഹാർ സന്ദർശനം ഇന്ന് പൂർത്തിയാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തി. ഛാത് പൂജയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ചുരുങ്ങിയ ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്നും രാഷ്ട്രീയ കക്ഷികൾ ആവശ്യപ്പെട്ടതായി കമ്മീഷൻ അറിയിച്ചു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾക്കൊക്കെ അറുതിയാക്കാൻ ഈ സന്ദർശനം സഹായിക്കുന്നുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് SKN. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ആദ്യ ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ഇറക്കിയ പ്രസ്താവനയിൽ ഈ വിവാദങ്ങൾക്കെല്ലാം തങ്ങളുടെ സന്ദർശനത്തോടെ പരിസമാപ്തിയായി എന്ന തരത്തിലുള്ള വിശദീകരണം തന്നെയാണ് നൽകുന്നത്. കാരണം ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്നലെ ചേർന്ന യോഗത്തിൽ അഭിനന്ദിച്ചു എന്നാണ് കമ്മീഷൻ അറിയിക്കുന്നത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 2 അഭ്യർത്ഥനകൾ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചതായും കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ഛഠ് പൂജ ആഘോഷങ്ങൾക്ക് ശേഷം മാത്രമേ ബീഹാറിലെ വോട്ടെടുപ്പ് നടത്താവൂ എന്ന ആവശ്യം രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് ഈ ഛഠ് പൂജ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആഘോഷം പൂർത്തിയാക്കിയ ശേഷം മാത്രം തെരഞ്ഞെടുപ്പിലേക്ക് പോകാം എന്ന നിർദ്ദേശത്തോടൊപ്പം തന്നെ ഇത്തവണ ഏറ്റവും വേഗത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്ന ആവശ്യവും രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണകളിലെല്ലാം തന്നെ 3 ഘട്ടമായിരുന്നു ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം നിയമസഭയുടെ കാലാവധി കഴിയാൻ വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് ഉള്ളത്. നവംബർ 22-ന് നിയമസഭയുടെ കാലാവധി പൂർത്തിയാകും. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനായിരുന്നു കമ്മീഷൻ ആലോചിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് 2 ഘട്ടത്തിലേക്ക് ചുരുക്കുന്നതിനെ കുറിച്ച് വളരെ ഗൗരവത്തോടെ കമ്മീഷൻ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഇന്ന് ബീഹാറിലെ സുരക്ഷാ സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തുന്നുണ്ട്. ഇന്ന് ആണ് ബീഹാറിൽ കേന്ദ്രസേനയെ വിന്യസിക്കാനുള്ള നിർദ്ദേശവും ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. 118 കമ്പനി കേന്ദ്രസേനയെ ഇന്ന് ബീഹാറിൽ വിന്യസിക്കും. അതിനുശേഷം ഡൽഹിയിൽ മടങ്ങിയെത്തിയാൽ നാളെയോ മറ്റന്നാളോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചന. താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.